കൊട്ടാരത്തിലേക്ക് INA മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിൽ ആരാണ് പോകുക എന്ന് ചോദിച്ചു. എല്ലാവരും ഒരു മനുഷ്യന്റെ നേരെ കൈതൂണ്ടി. തൊപ്പിയും താടിയുമുള്ള ഷേർവാണി അണിഞ്ഞ അതേ മിസ്റ്റർ മുഹമ്മദ് അലിക്ക് നേരെ അദ്ദേഹം പോയി റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ 42 കോളനി രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിനിധിയുടെ നേരെ അവസരം വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് തൻ്റെ താടിയൊന്ന് ഒഴിഞ്ഞു, തൻ്റെ തൊപ്പിയൊന്ന് ശരിയാക്കി. ആരുടെ മുന്നിലും ആദർശം അടിയറക്കാത്ത ആ ഹാഫിളായ മഹാപണ്ഡിതനായ ധീരദേശാഭിമാനി പറഞ്ഞു, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores ഇന്ത്യൻ. ഞാൻ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധി എന്നല്ല, ഹിന്ദുക്കളുടെ പ്രതിനിധി എന്നല്ല, ക്രിസ്ത്യാനികളുടെ പ്രതിനിധി എന്നല്ല, ഇന്ത്യക്കാരുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് I want 32 minutes. എനിക്ക് 32 മിനിറ്റ് വേണം. 5 മിനിറ്റ് അനുവദിച്ചു. അദ്ദേഹം വാദിച്ച അവസാനം 10 മിനിറ്റ് കിട്ടി. ആ അവസരത്തിൽ തൻ്റെ രാജ്യത്തിൻ്റെ മനോഹരിതയെക്കുറിച്ച്, ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പ്രത്യേകതയെക്കുറിച്ച്, ബ്രിട്ടന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, അറബ് ലോകങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച്, എന്നാൽ എൻ്റെ മഹാരാജ്യത്തിൻ്റെ ചരിത്രം 3000 കൊല്ലത്തെ പ്രൗഢ ചരിത്രമുള്ള രാജ്യമാണെന്ന് പറഞ്ഞ് ഇന്ത്യയും അറബ് ലോകവും തമ്മിലുള്ള വണിക്ക് ബന്ധത്തിലൂടെ, കച്ചവട ബന്ധത്തിലൂടെ രൂപപ്പെട്ട ആ മനോഹരമായ സൗഹൃദത്തെ എടുത്തു പറയുന്നതിനിടയിൽ മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് സെഡ്, എൻ്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നൊരു വാചകം ഹബീബായ പ്രവാചകരെ കോട്ട് ചെയ്തു പറഞ്ഞപ്പോൾ അന്നും ഇന്നും ഹബീബിനെ പറയുന്നത് ഇഷ്ടമില്ലാത്ത മതനിഷേധികളും ആംഗലേയക്കാരുമായ ആളുകളുടെ ഭൂലോക പ്രതിനിധിയായ മനുഷ്യൻ ചാടി എഴുന്നേറ്റുകൊണ്ട് കണ്ണു ചുവപ്പിച്ച് പറഞ്ഞു, മിസ്റ്റർ മുഹമ്മദ് അലി, സ്റ്റോപ്പ് ദയർ ആൻഡ് ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. നിന്റെ മുഹമ്മദിനെ ഇവിടെ പറയണ്ട, നിന്റെ മുഹമ്മദിനെ പറയേണ്ട വേദിയല്ല ഇത്. ഞാനും നിങ്ങളുമാണെങ്കിൽ അവസരത്തിൽ എന്ത് പറയും? ആരാണ് ഈ ഗർജിച്ചത്? ജോർജ് അഞ്ചാമനാണ്. 42 രാജ്യങ്ങളെ കോളനി രാജ്യമായി അടക്കി ഭരിക്കുന്ന, സൂര്യൻ അസ്തമിക്കാത്ത എന്ന ടാഗ് ലൈൻ വന്നത്, അതായത് അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തിന്റെ മുകളിൽ സൂര്യൻ അസ്തമിക്കാത്ത അത്രയും വിദൂരമായി പരന്നു കിടക്കുന്ന രാഷ്ട്ര സംവിധാനമുള്ളത് കൊണ്ടാണ്. മൗലാന മുഹമ്മദ് അലി ജോഹർ പറഞ്ഞു, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എൻ്റെ നബിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പറയുന്നു, ഫസ്ലി ഐ എം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ എം എ മുസ്ലിം, ആൻഡ് ഫൈനലി ഐ എം എ മുസ്ലിം. നീ എൻ്റെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്ലി ഐ എം എ ഇന്ത്യൻ, സെക്കൻഡ്ലി ഐ എം എ ഇന്ത്യൻ, ആൻഡ് ഫൈനലി ഐ എം എ ഇന്ത്യൻ. ഇങ്ങനെ പറഞ്ഞ് രക്തം ഛർദ്ദിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൗലാന മുഹമ്മദ് അലി മരിക്കുന്നത്. വസിയത്ത് എഴുതി വെച്ചത്, എന്നെ ഫലസ്തീനിൽ നിരവധി വരുന്ന പ്രവാചകന്മാരുടെ പദപങ്കജം പതിഞ്ഞ ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീനിൻ്റെ മണ്ണിൽ കത്തിജ്വലിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ അടുത്തെന്നെ മറവ് ചെയ്യണമെന്ന് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇന്ന് മസ്ജിദുൽ അക്സയുടെ മുമ്പിലുള്ള ആ മഞ്ഞ കുബ്ബയുടെ ഖുബ്ബത്തുൽ സഹ്റയുടെ മുന്നിൽ ഖബറുണ്ട്. ആ വെളുത്ത മാർബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, മുജാഹിദുൽ ഹിന്ദ്, ദ സോൾജിയർ ഓഫ് ഇന്ത്യ. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 5 മിനിറ്റിൽ അത്രയല്ലേ പറയാൻ പറ്റുകയുള്ളൂ. വാഹിർ ദഅവത്തി